അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ റമളാൻ നമ്മളെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുകയും നല്ല കാര്യത്തെപ്പറ്റി കൂടുതൽ ബോധമുണ്ടാക്കി തരുകയും ചെയ്യുന്ന മാസമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ അടുത്ത കാലത്തായി നമ്മുടെ കമ്പനികളിലും ഓഫീസുകളിലും സൂപ്പർ മാർക്കറ്റുകളിലുമൊക്കെ കയറി ചെല്ലുന്നിടത്ത് ഒരു ബോർഡ് കാണാം, നിങ്ങൾ CCTVയുടെ നിരീക്ഷണത്തിലാണ് എന്ന്. എന്തിനാണ് ഈ ബോർഡ് വെക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ നിന്ന് മോഷ്ടിക്കാനോ അനാവശ്യമായ പ്രവർത്തനങ്ങൾ ആ കമ്പനിയുടെ ഓഫീസിൻ്റെ ഉള്ളിൽ വെച്ച് ചെയ്യാതിരിക്കാനും, അതോടൊപ്പം അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു മോണിറ്റർ അത് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് ബോധ്യപ്പെടുത്താനാണ്. യഥാർത്ഥത്തിൽ ഈ തരത്തിലുള്ള ഒരു നിരീക്ഷണത്തിൻ്റെ കീഴിലല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത്? ഈ ഭൂമിയിൽ ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന നമ്മുടെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൺമുമ്പിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. ഇന്ന റബ്ബക്ക ലബിൽ മിർസ്വാദ്, നിൻ്റെ രക്ഷിതാവ് കൃത്യമായ ഒരു സൂക്ഷ്മ നിരീക്ഷണ കേന്ദ്രത്തിലിരുന്ന് നിന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് സൂറത്തുൽ ഫജ്റിൽ അള്ളാഹു നമ്മോട് പറയുന്നത്. അപ്പോൾ ആ നിരീക്ഷണത്തിൻ്റെ മുമ്പിൽ ഒരു CCTVയുടെ മുമ്പിൽ കൂടി നടന്നു പോകുമ്പോൾ നമ്മുടെ ബാഹ്യമായ രൂപമേ യഥാർത്ഥത്തിൽ ആ ക്യാമറ പകർത്തുന്നുള്ളൂ. എന്നാൽ നമ്മളെ സൃഷ്ടിച്ച റബ്ബ് നമ്മുടെ ബാഹ്യമായ ചലനങ്ങളും രൂപങ്ങളും അല്ല, അത് മാത്രമല്ല നമ്മുടെ മനസ്സിനെയും കൂടി അവൻ അറിയുന്നുണ്ട്. അള്ളാഹു പറഞ്ഞു, വലഖദ് ഖലഖ്നൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, അവൻ്റെ മനസ്സ് മന്ത്രിക്കുന്നതൊക്കെ നാം അറിയുന്നുണ്ട്. ജീവനാഡിയേക്കാളും നാം അവൻ്റെ അടുത്താണ്. ഇത്ര അടുത്തിരിക്കുന്ന നമ്മുടെ മനസ്സിൻ്റെ മന്ത്രം പോലും അറിയുന്ന ആ റബ്ബിൻ്റെ മുമ്പിൽ നാം എങ്ങനെ ജീവിക്കണം, നമ്മുടെ മനസ്സിനെ എത്രത്തോളം അവൻ്റെ മുമ്പിൽ തുറന്നു വെക്കണം, ഇവിടെയാണ് പരിശുദ്ധ റമളാൻ, ആ റമളാനിൽ കൂടി നേടേണ്ട ഭക്തി, തഖ്വ തുടങ്ങിയിട്ടുള്ള സ്വഭാവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സറിയുന്ന ഒരു അള്ളാഹുവിൻ്റെ മുമ്പിൽ ആരാണ് ആ അള്ളാഹു? എന്തിനാണ് അവൻ നമ്മളെ നിരീക്ഷിക്കുന്നത്? അത് നമ്മൾ മനസ്സിലാക്കണം. അവൻ നമ്മളെ നിരീക്ഷിക്കുന്നത് നമ്മളെ ശിക്ഷിക്കാനല്ല. നമ്മൾ തിരിഞ്ഞയിടത്തും മറിഞ്ഞയിടത്തുമെല്ലാം എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിലോ തെറ്റുകളുണ്ടെങ്കിലോ അത് കണ്ടെത്തി നമ്മളെ ശിക്ഷിക്കാനല്ല അവൻ നമ്മളെ നിരീക്ഷിക്കുന്നത്, നമ്മളെ നേരെയാക്കാനാണ്. അവൻ കാരുണ്യവാനാണ്. നമ്മിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുന്നവനാണ്, നമ്മോട് നീതി കാണിക്കുന്നവനാണ്, നമ്മെ സ്നേഹിക്കുന്നവനാണവൻ. എന്തെന്നെല്ലാം കാരുണ്യമാണ് അവൻ നമുക്ക് നൽകിയിട്ടുള്ളത്. നാം ചെയ്യുന്ന തെറ്റും അള്ളാഹു നമുക്ക് നൽകുന്ന കാരുണ്യങ്ങളും തമ്മിൽ നിങ്ങൾ പരസ്പരം ഒന്ന് കൂട്ടി കിഴിച്ചു നോക്കൂ. നമ്മുടെ തെറ്റുകളാണോ കൂടുതൽ, അതാ കാരുണ്യമാണോ കൂടുതൽ? നാം ശ്വസിക്കുന്ന വായു, നമുക്ക് ഈ സംസാരിക്കാനുള്ള ശേഷി, നാം കഴിക്കുന്ന ആഹാരങ്ങൾ, നമുക്ക് നടക്കാനുള്ള ഈ ഭൂമി, ഈ അന്തരീക്ഷം, മഴയും വെള്ളവും, ഈ കടലും കരയും, ഇതെല്ലാം അള്ളാഹു മനുഷ്യന് നൽകുന്ന കാരുണ്യമാണ്. ഒരു നേരം ആ കണ്ണിന് കാഴ്ച പോയാൽ, ആ കണ്ണിൻ്റെ കാഴ്ച ഒരു നിമിഷത്തേക്ക് നഷ്ടപ്പെട്ടാൽ നാം എത്ര പ്രയാസപ്പെടുന്നു. ഒരു മിനിറ്റിൽ 70-ലേറെ പ്രാവശ്യം മിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഹൃദയത്തിൻ്റെ പൾസുണ്ടല്ലോ, അത് അല്പമെങ്കിലും നിന്നുപോയാൽ ഇതൊന്നുമില്ലല്ലോ. അള്ളാഹു നമ്മളെ അതൊന്നും ഏൽപ്പിച്ചിട്ടില്ല, അത് അവൻ തന്നെ ഏറ്റെടുത്തിരിക്കുന്നു. നമ്മൾ ജനിച്ച മുതൽ നമ്മുടെ ഹൃദയം സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ കണ്ണ് അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, കാതും നമ്മുടെ എല്ലാ അവയവങ്ങളും, ആന്തരിക അവയവങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നാം അതിന് കൂലി കൊടുത്തിട്ടല്ല, നമുക്കെന്തെങ്കിലും ഇങ്ങോട്ട് നേടിത്തരണം എന്ന ആഗ്രഹവും കൊണ്ടുമല്ല, നമ്മളെ സൃഷ്ടിച്ച റബ്ബിന് നമ്മോടുള്ള കാരുണ്യം അതൊന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ കരുണാമയനായ അള്ളാഹുവിനെ, ഈ നമ്മളുടെ തെറ്റുകൾ ക്ഷമിച്ചിട്ടും നമ്മൾ എത്ര തോന്നിവാസം ചെയ്തിട്ട് പോലും നമ്മളെ രക്ഷിക്കുന്ന, നമ്മോട് കരുണ കാണിക്കുന്ന, നമുക്ക് ജീവൻ നൽകുന്ന, നമുക്ക് വായുവും വെള്ളവും നൽകുന്ന ആ അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുക എന്നതാണ് നമുക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ കൂടുതൽ പഠിക്കാനും
ഉൾക്കൊള്ളാനും വേണ്ട അത്യാവശ്യമായ അറിവ് എന്ന് പറയുന്നത്. നോമ്പ് ലഅല്ലക്കും തത്തഖൂൻ, നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയത് സൂക്ഷ്മതാബോധമുണ്ടാവാനാണെന്ന് പറഞ്ഞല്ലോ. ഇതാണ് ഈ സൂക്ഷ്മതാബോധം. അള്ളാഹുവിനെ അറിയുക, അവൻ്റെ കാരുണ്യത്തെപ്പറ്റി അറിയുക. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ഒരു വിശ്വാസിക്ക് അള്ളാഹു പഠിപ്പിച്ചത് നിങ്ങൾ ബിസ്മി കൊണ്ട് ആരംഭിക്കണമെന്നാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കരുണാമയനായ അള്ളാഹു, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കണം. ഈ കാരുണ്യബോധം നമ്മളെ ഹൃദയത്തെ മാറ്റും. അള്ളാഹു നമ്മോട് കരുണ കാണിക്കുന്നു എന്ന ആ ഒരു ബോധം നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയാൽ, ആ കരുണ കാണിക്കുന്ന അള്ളാഹു നമ്മോട് ക്ഷമിക്കുന്നു, നമുക്ക് മാപ്പ് നൽകുന്നു. നാം ചെയ്യുന്ന ഏതെത്ര ധിക്കാരങ്ങളാണെങ്കിലും അവൻ നമുക്ക് വേണ്ടി വന്നാൽ നാം പുറത്തു തരുന്നു. പശ്ചാത്തപിച്ച് മടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ നമുക്ക് പുറത്തു തരുന്നു. ഈ തരത്തിലുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിന് കൂടുതൽ തഖ്വ അഥവാ സൂക്ഷ്മതാബോധമുണ്ടാക്കുകയും നാം നമ്മോടും നമ്മുടെ ജനങ്ങളോടും നമ്മുടെ സഹജീവികളോടും ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ സൃഷ്ടികളോടും കരുണയുള്ള ആർദ്രതയുള്ള ഒരു മനസ്സാക്കി നമ്മളെ മാറ്റുകയും ചെയ്യുന്നു. അൽ ഇഹ്സാൻ എന്ന് ഇസ്ലാം മനുഷ്യനെ പഠിപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അൽ ഇഹ്സാൻ എന്താണ്? നിന്നെ നിൻ്റെ റബ്ബ് എപ്പോഴും കാണുന്നുണ്ട്, നീ അവനെ കാണുന്നില്ലെങ്കിലും. അതുകൊണ്ട് നീ ആരാധിക്കുന്നത് നിൻ്റെ ജീവിതം മുഴുക്കെ എന്നെ ഒരു നിരീക്ഷണത്തിൻ്റെ കീഴിലാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതെന്നും ഞാൻ നിരീക്ഷിക്കപ്പെടുന്നുണ്ടെന്നും എൻ്റെ മനസ്സ് പോലും കൃത്യമായ നിരീക്ഷണത്തിന് വിധേയമാണ് എന്ന ആ ബോധത്തോടു കൂടി ജീവിക്കുക എന്നതാണ് ഇഹ്സാൻ. ആ ഇഹ്സാനിൽ നിന്നുണ്ടാകുന്ന ഒരു മാനസികമായ അവസ്ഥ, ഒരു മാനസികമായ സൂക്ഷ്മതാബോധം, ആ സൂക്ഷ്മതാബോധത്തിൽ നിന്നാണ് നമ്മുടെ ഹൃദയം ലോലമാകുന്നത്. നമ്മുടെ ഹൃദയം ധിക്കാരത്തിൽ നിന്ന് രക്ഷപ്പെട്ട്, ഹൃദയത്തിൻ്റെ ക്രൂരതയിൽ നിന്ന് രക്ഷപ്പെട്ട്, കാരുണ്യവാനായ ആ സൃഷ്ടാവിൻ്റെ, ആ സൃഷ്ടിയായ ഞാൻ, എൻ്റെ മനസ്സ് മുഴുവനും അറിയുന്ന ആ റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞാനും അവനെപ്പോലെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് കാരുണ്യമുള്ളവനാവണം എന്നിങ്ങനെയുള്ള ഈ ചിന്തയാണ് തഖ്വ കൊണ്ട്, പ്രത്യേകിച്ചും പരിശുദ്ധ റമളാനിലെ നോമ്പ് കൊണ്ടൊക്കെ നമുക്കുണ്ടാവേണ്ട ബോധം. അൽ ഇഹ്സാൻ എന്ന അവൻ എന്നെ കാണുന്നു, ഞാൻ അവനെ കാണുന്നില്ല. അവൻ എന്നോട് കരുണ കാണിക്കുന്നു, ഞാൻ അവനോടുമല്ല അവൻ്റെ മുഴുവൻ സൃഷ്ടികളോടും ഈ ലോകത്തോട് തന്നെയും കരുണ കാണിക്കേണ്ടതുണ്ട് എന്ന ഒരു ബോധം. ആ ബോധമാണ് റമദാനിൽ നമ്മൾ നേടിയെടുക്കേണ്ടത്. അത് സമ്പാദിച്ചാൽ കിട്ടുന്നതല്ല, ശക്തി കൊണ്ടോ സമ്പത്ത് കൊണ്ടോ കിട്ടുന്നതല്ല. മനസ്സിനെ അള്ളാഹുവിങ്കലേക്ക് വിനയപ്പെടുത്തിക്കൊണ്ട്, അവനിലേക്ക് മനസ്സിനെ ഒതുക്കി നിർത്തിക്കൊണ്ട്, അവൻ്റെ കാരുണ്യത്തെപ്പറ്റി കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട്, അവൻ്റെ കഴിവുകളെയും അവൻ്റെ മഹാത്മ്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട്, അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിക്കൊണ്ട് നമുക്കുണ്ടാവേണ്ട മാനസികമായ ഒരവസ്ഥയാണ്. ആ അവസ്ഥ റമദാനിൽ കൂടി നമ്മൾ നേടണം, ഈ നോമ്പിൽ കൂടി നാം നേടണം. അതാണ് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായിരിക്കാൻ വേണ്ടി എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ നമ്മളും കരുണയുള്ളവരായിരിക്കണം. എങ്ങനെയാണ് നമ്മൾ കരുണ കാണിക്കേണ്ടത്? ജനങ്ങളോട്, നമ്മോട്, നമ്മുടെ സഹജീവികളോട്, ഈ പ്രകൃതിയോട്. ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ വരേണ്ട മാറ്റം. ഒന്ന്, ഞാൻ എന്നോട് കരുണയുള്ളവനായിരിക്കണം. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു ഉത്തമനായ സൃഷ്ടിയായിട്ടാണ്, വിശുദ്ധനാണ്. നമുക്ക് വളരണമെങ്കിൽ എത്രയും വളരാൻ നമുക്ക് സാധിക്കും. ഇങ്ങനെയുള്ള ഒരു സൃഷ്ടി അവൻ്റെ ശരീരത്തോട്, അവൻ്റെ വ്യക്തിത്വത്തോട് കരുണയുള്ളവനാണെങ്കിൽ ആ വ്യക്തിത്വത്തെ അവൻ വളർത്തണം, വിശുദ്ധിയിൽ വളർത്തണം. മൃഗങ്ങളെപ്പോലെ അധമത്വത്തിലേക്ക് തള്ളി ഇടാതിരിക്കണം. ലാലിമുല്ലി നഫ്സിഹി എന്ന് ഖുർആൻ പറയുന്ന ഒരു വിഭാഗമുണ്ട്, സ്വന്തം ശരീരത്തെ ആക്രമിക്കുന്നവൻ. മനുഷ്യ ശരീരത്തിൽ അള്ളാഹു നമുക്കൊരുപാട് കഴിവുകൾ നൽകിയിട്ടുണ്ട്, ഒരുപാട് ശ്രേഷ്ഠതകൾ നൽകിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ തകർത്ത് കളയാതിരിക്കണമെങ്കിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കുക. ഒന്നാമതായി അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സ്വീകരിച്ചുകൊണ്ടും നമ്മുടെ ശരീരത്തെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടും വിനയപ്പെടുത്തിക്കൊണ്ടും അവൻ്റെ കൽപ്പനകൾ എന്തെല്ലാമുണ്ടോ അതെല്ലാം നമ്മുടെ താല്പര്യങ്ങൾ ദേഹേച്ഛകളും മാറ്റിവെച്ചുകൊണ്ട് അതിന് വിധേയമായി കൊണ്ടും ജീവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തോട് നമ്മൾ കരുണ കാണിക്കുന്നു. അഥവാ ആത്യന്തികമായി നമ്മുടെ ആത്മാവിനെ, നമ്മുടെ ശരീരത്തെ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന്, നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് നമ്മൾ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. നമ്മോടുള്ള കാരുണ്യം.
അതുപോലെ തന്നെ മനുഷ്യ സമൂഹത്തിനോട് മൊത്തം നമുക്ക് കാരുണ്യമുണ്ടാവേണ്ടതുണ്ട്. ഈ പ്രകൃതി അള്ളാഹു നൽകിയ വല്ലാത്തൊരു വരദാനമാണ്. എന്തൊരു സൗന്ദര്യമാണ്, എന്തൊരു സുഖമാണ്. ഈ പ്രകൃതിയോട് നമ്മൾ കരുണയുള്ളവരാവണമെങ്കിൽ ഈ പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കണം. ഈ പ്രകൃതിയുടെ ആ തനിമയ്ക്കെതിരായി ഇതിന് നാശം വരുത്തുന്ന പ്രവർത്തനങ്ങളൊന്നും നമ്മൾ ചെയ്തു പോകരുത്. ഇവിടെയുള്ള വായുവും വെള്ളവും മലിനമാക്കാതിരിക്കാൻ, ഇവിടെയുള്ള മുഴുവൻ വസ്തുക്കളും അതിൻ്റെ പച്ചപ്പോടും വിശുദ്ധിയോടും കൂടി നിലനിർത്താൻ നമ്മൾ ശ്രമിക്കണം. കരുണയുള്ള അള്ളാഹു അതെല്ലാം ഈ ഭൂമിയിൽ നമുക്ക് ഒരുക്കി വച്ചിരിക്കുന്നു. ആ കാരുണ്യത്തിൻ്റെ ഒരംശം നമ്മളും ഈ ഭൂമിയിൽ നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ ചെയ്യണം. നമ്മുടെ സമൂഹത്തിനോട് നമ്മൾ കരുണ കാണിക്കണം. മാതാപിതാക്കളോടുള്ള കാരുണ്യം അതിലേറ്റവും പ്രധാനമായതാണ്. അള്ളാഹുവിനോടുള്ള ബാധ്യത ഒരു മനുഷ്യന് കഴിഞ്ഞാൽ പിന്നെ അവന് കരുണ കാണിക്കേണ്ടത് മാതാപിതാക്കളോടാണ്. മാതാവും പിതാവും എത്ര അറിവ് കുറഞ്ഞവരായിരുന്നാലും നമ്മുടെ കണ്ണിൽ അവരുടെ വ്യക്തിത്വം ഒരുപക്ഷെ എത്ര ചെറിയവരാണ് എന്ന് തോന്നിയാൽ പോലും അവർ വലിയവരാണ്. അവരുടെ പൊരുത്തമില്ലാതെ, അവരുടെ സംതൃപ്തി ഇല്ലാതെ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റഹിമ അംഫു റഹിമ അംഫു റഹിമ അംഫു ഖാലു മൻ യാ റസൂലല്ലാഹ്. ഒരുത്തൻ നശിക്കട്ടെ, നശിക്കട്ടെ, അവൻ നശിക്കട്ടെ. ആരാണ് റസൂലെ ഈ നശിക്കട്ടെ എന്ന് തങ്ങൾ ആരെപ്പറ്റിയാണ് പ്രാർത്ഥിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ അദ്റക അബവൈഹി ഫിൽ കിബർ ഫലം യുദ്ഖിലാഹുൽ ജന്ന. വാർദ്ധക്യമുള്ള മാതാപിതാക്കളുണ്ടായിട്ട് അവരുടെ കാലുകൾ തടവിക്കൊടുത്ത് അവരോട് നല്ലത് പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ച് സാന്ത്വനത്തിൻ്റെ പെരുമാറ്റങ്ങളും സാന്ത്വനത്തോടുകൂടിയുള്ള അവരോടുള്ള നിലപാടുകളും പുലർത്താതെ ആ വാർദ്ധക്യത്തെ അവഗണിച്ചവൻ നശിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മാതാപിതാക്കളോടുള്ള കാരുണ്യം അത് വലിയതാണ്. അവർക്കൊരുപാട് പണം കൊടുക്കുക എന്നതോ അവർക്കൊരുപാട് ഭക്ഷ്യവസ്തുക്കൾ കൊടുക്കുക എന്നതോ അല്ല. നേരെ മറിച്ച് അവരുടെ മനസ്സിനെ കുളിർപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു സമാധാനം, നമ്മുടെ സാന്നിധ്യമായിരിക്കും അവർക്ക് ആവശ്യം, നമ്മുടെ നല്ല വാക്കായിരിക്കും അവർക്ക് ആവശ്യം, നമ്മുടെ നല്ല ഒരു നോട്ടം അതായിരിക്കും അവർക്ക് ആവശ്യം. ഒരുപക്ഷെ നാം അവരുടെ തലയിൽ, അവരുടെ നെറുകിൽ ഒന്ന് കൈവച്ച് ഉപ്പ ഉമ്മ എന്ന് പറയുന്ന ആ ഒരു വാക്ക് അതിനുവേണ്ടി അവർ കാത്തിരിക്കുന്നുണ്ട്. അവർക്ക് ആരോഗ്യമുള്ള, അവർക്ക് കരുത്തുള്ള കാലത്ത് അവർ നമ്മെ വളർത്തി. അന്ന് നമ്മൾ ആരുമായിരുന്നില്ല. ഇപ്പോൾ അവർ വൃദ്ധരായിരിക്കുന്നു, അവർക്ക് നമ്മെ ആവശ്യമായിരിക്കുന്നു. നാം എത്ര വലിയവരാണെങ്കിലും അവരെ കൈവിടാതിരിക്കാൻ അള്ളാഹുവിനെ കഴിച്ചാൽ ഒരു മനുഷ്യനുള്ള ബാധ്യത മാതാപിതാക്കളോടാണ്. ആ കരുണയുള്ള മനസ്സ് നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. എന്തുകൊണ്ട്? അർ-റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമാണ് അള്ളാഹു. അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടണമെങ്കിൽ അള്ളാഹു കരുണ കാണിക്കണമെന്ന് പറഞ്ഞ ആ ആളുകളോട് നമ്മൾ കരുണ കാണിക്കണം. ആ കാരുണ്യം മാതാപിതാക്കളോടൊപ്പം നമ്മുടെ മക്കളോട് നമ്മൾ കരുണ കാണിക്കണം. എന്താണ് മക്കളോടുള്ള കാരുണ്യം? അവർക്ക് ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കുകയും അവരെ ചുംബിക്കുകയും അവരെ തലോടുകയും ചെയ്യൽ മാത്രമല്ല, അവരെ നന്നായി വളർത്തുക. അതാണ് അവരോടുള്ള കാരുണ്യം. നമ്മുടെ മക്കൾക്ക് ഒരുപാട് ഭൗതികമായ വിഭവങ്ങൾ നേടിക്കൊടുക്കൽ മാതാവിൻ്റെ ആവശ്യം തന്നെയാണ്. അത് മാത്രം പോരാ, അവർ നാളെ അപകടകാരികളാവരുത്, ആവരുത്. അവർ അള്ളാഹുവിൻ്റെ നരകത്തിൻ്റെ വിറകുകൊള്ളികളായി മാറാതിരിക്കാൻ അവരോട് കരുണ കാണിക്കുക എന്ന് പറഞ്ഞാൽ അവരെ നേർവഴിക്ക് വളർത്താൻ നാം ശ്രമിക്കുക, നല്ലത് പറഞ്ഞു കൊടുക്കുക, നല്ലത് പഠിപ്പിക്കുക. അവരെ ഉയർന്ന ഉദ്യോഗവും ഉയർന്ന സമ്പാദ്യവും നേടിയെടുക്കാൻ വേണ്ടി നാം പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് നല്ല ബോധവും നല്ല വിചാരവും നല്ല വ്യക്തിവിശുദ്ധിയും നല്ല ആത്മബോധവുമുള്ള ആത്മീയമായ അറിവുകൾ കൂടി അവർക്ക് നാം നൽകുക. അവർക്ക് നാം മാതൃകകളായി ജീവിക്കുക. മാതാപിതാക്കളുടെ മാതൃക നഷ്ടപ്പെടുമ്പോൾ എത്ര അറിവ് കൊടുത്താലും ആ മക്കൾ ഒരിക്കലും നല്ല വഴിക്ക് വരണം എന്നില്ല. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ അവർക്ക് നാം നല്ല മാതൃകകളായി ജീവിക്കുക. ആ നിലക്ക് മക്കളോട് നാം കരുണ കാണിക്കുക. ഈ സമൂഹത്തിനോട് നമുക്ക് കരുണം കാണിക്കേണ്ടതുണ്ട്. സമൂഹത്തിന് ഒരുപാട് പണം കൊടുത്ത് അവരെ സമ്പന്നരാക്കുക, സമൃദ്ധരാക്കുക എന്നതല്ല. ഈ സമൂഹം വഴിതെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ വഴിതെറ്റിപ്പോകുന്ന ഒരാൾക്കൂട്ടത്തെ നാം നേരെയാക്കിയെടുക്കുക എന്നത് നമ്മുടെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. തിന്മയിലേക്ക് പോകുന്ന ഒരു കണ്ണുപൊട്ടൻ, ഒരന്ധൻ, അവനൊരു കിണറ്റിലേക്ക് ചാടാൻ പോകുന്നുണ്ടെങ്കിൽ അവനോടുള്ള കാരുണ്യം അവനൊരു 10 or 100 എടുത്തു കൊടുക്കലല്ല, അവൻ്റെ കൈ പിടിച്ച് ആ കിണറ്റിൽ നിന്ന് അവനെ രക്ഷിക്കലാണ്. ഇതുപോലെ തന്നെ ഏത് അപകടത്തിലേക്ക് പോകുന്ന ഒരാളെയും ആ അപകടത്തിൽ നിന്ന് രക്ഷിക്കുക എന്നതാണ് കരുണയുള്ള ഒരു മനുഷ്യൻ്റെ പ്രത്യേകമായ ബാധ്യത. നമ്മുടെ സമൂഹം
ദുരന്തത്തിലേക്ക് പോകുന്നു. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊണ്ട് മതവിശ്വാസികൾ തന്നെ മതത്തിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നു. അറിവില്ലായ്മ കൊണ്ട് ധിക്കാരത്തിലേക്കും തോന്നിവാസത്തിലേക്കും പോകുന്ന ഒരു യുവജന സമൂഹത്തെയാണ് നമ്മൾ മുമ്പിൽ കാണുന്നത്. യുവാക്കൾ മാത്രമല്ല, മുതിർന്നവരും താൽക്കാലികമായ ജീവിത സൗകര്യങ്ങൾക്കും സുഖങ്ങൾക്കും വേണ്ടി ഏത് തിന്മയുടെയും പിന്നാലെ കുതിച്ചു പോകുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ്റെ കൈപ്പിടിച്ച് അവനെ മാറ്റി ആ കുഴിയിൽ നിന്ന്, നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമെങ്കിൽ അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം അതാണ്. അവർക്ക് നല്ലൊരു വാക്ക് പറഞ്ഞു കൊടുക്കാൻ, സമാധാനത്തിൻ്റെ ഒരു വാക്ക് പറഞ്ഞു കൊടുക്കാൻ, അതല്ലെങ്കിൽ തെറ്റിൻ്റെ മുമ്പിൽ നിന്ന് നോ എന്നെങ്കിലും പറയാൻ നമുക്ക് കഴിയുമെങ്കിൽ അതാണ് അവനോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം. നമ്മുടെ കാരുണ്യത്തിന് പ്രത്യേകമായി വിഷയീഭവിക്കേണ്ട, നമ്മൾ വിധേയമാക്കേണ്ട മറ്റൊരു വിഭാഗമാണ് സമൂഹത്തിലെ പാവപ്പെട്ട മനുഷ്യന്മാർ. നമ്മുടെ സ്നേഹവും നമ്മുടെ നല്ല വാക്കും ആഗ്രഹിക്കുന്നവർ, പലപ്പോഴും നമ്മുടെ സഹായങ്ങൾ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ അറിയിക്കുന്ന ആളുകൾ. നാം ഓർത്തു നോക്കിയിട്ടുണ്ടോ? അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചപ്പോൾ നമ്മളാരും കുറേ സമ്പത്തുമായി വന്നവരല്ല. മാതാപിതാക്കളിൽ നിന്ന് അനന്തരസ്വത്തായി കിട്ടിയ കുറേ സമ്പത്ത്, നാം അധ്വാനിച്ചപ്പോൾ നമ്മുടെ കച്ചവടത്തിൽ നിന്ന് ലാഭമായി കിട്ടിയത്, നാം തൊഴിലെടുത്തപ്പോൾ അതിൻ്റെ വേതനമായി കിട്ടിയത്, എങ്ങനെയൊക്കെയോ അള്ളാഹു നമുക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ട്. ഈ സമ്പത്ത് വന്നപ്പോൾ കൊണ്ടുവന്നതല്ല, നാം തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകുന്നതുമല്ല. ഈ ജീവിതത്തിന് വേണ്ടിയുള്ളതാണ് സമ്പത്ത്. ആ സമ്പത്തിൽ നമുക്ക് ജനങ്ങളോട് കരുണയുടെ കൃത്യമായ ഒരു അംശമുണ്ട്. അള്ളാഹു നമുക്ക് സമ്പത്ത് നൽകിയപ്പോൾ അതിൻ്റെ 2.5% പാവപ്പെട്ടവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചതാണ്. അത് നമ്മുടേതല്ല. ആ 2.5% കഴിച്ച് ബാക്കി 97.5% മാത്രമാണ് നമുക്ക് തിന്നാൻ, നമ്മളെ കുട്ടികളെ തീറ്റിക്കാൻ, നമുക്ക് വീടുണ്ടാക്കാൻ, നമ്മുടെ ജീവിത സൗകര്യങ്ങൾക്ക് നമ്മൾ എടുക്കേണ്ടത്. ബാക്കിയുള്ള 2.5% നമ്മുടെ സമൂഹത്തിലെ പാവങ്ങളായ, അഗതികളായ, തിന്നാനില്ലാത്ത, ഉടുക്കാനില്ലാത്ത, വിദ്യാഭ്യാസത്തിന് കഴിവില്ലാത്ത, രോഗചികിത്സയ്ക്ക് കഴിയാത്ത അഗതികൾക്കും അനാഥകൾക്കും പാവപ്പെട്ടവർക്കുമുള്ളതാണ്. അതവരോട് കൊടുക്കണം. അത് കാരുണ്യത്തിൻ്റെ ഒരു ഭാഗമാണ്. കുല്ലു ലഹ്മിൻ നബത്തമിൻ സ്വഹത്തിൻ ഫന്നാറു ഔലാബിഹി. അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്ത് അനാവശ്യമായ മാർഗത്തിൽ കൂടിയാണ് നമ്മൾ സമ്പാദിച്ചതെങ്കിൽ, നമുക്ക് നൽകിയ സമ്പത്തിൻ്റെ ഒരു വിഹിതം അനാവശ്യമായ മാർഗത്തിൽ കൂടിയാണ് സമ്പാദിച്ചതെങ്കിൽ ആ സമ്പാദ്യം നമുക്കൊരിക്കലും അനുവദനീയമല്ല. അതുപോലെ കൊടുക്കാനുള്ളത് കൊടുക്കാതെ നാം ബാക്കി വെച്ചുകൊണ്ടാണ് ആ സമ്പാദ്യം നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളതെങ്കിൽ അത് നമുക്ക് അനുവദനീയമല്ല. അന്യായമായ മാർഗത്തിൽ കൂടി ഉള്ള സമ്പാദ്യത്തിൽ നിന്ന് തിന്ന് വളരുന്ന ശരീരവും മാംസവും നരകത്തിനുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സമ്പത്തിലെ 2.5%, നമ്മുടെ കൃഷി, അതുപോലെയുള്ള ഭൂമിയിൽ നിന്ന് വിളഞ്ഞുണ്ടാകുന്ന വരുമാനത്തിലെ 10%, ചില വരുമാനത്തിൻ്റെ 5%, താനെ അള്ളാഹു ഭൂമിയിൽ നമ്മുടെ പറമ്പിലും പാടത്തും നമുക്ക് നനക്കാതെ അധ്വാനിക്കാതെ താനെ ഉണ്ടായതാണ് എങ്കിൽ 10% അത് പാവങ്ങൾക്ക് കൊടുക്കേണ്ടതാണ്. അത് നമ്മുടെ ഒരു കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ സമ്പത്ത് എടുത്തു കൊടുക്കണം. നമുക്ക് നൽകിയതാണെങ്കിൽ പോലും അത് പാവങ്ങളുടേതാണ്. അവരോടുള്ള കാരുണ്യം മാത്രമല്ല, അള്ളാഹുവിനോടുള്ള ബാധ്യത കൂടിയാണ്. ആ സമ്പത്ത്, കൃഷി ആരാണ് നമുക്ക് നൽകിയത്? അള്ളാഹുവാണ് നൽകിയത്. അതിൻ്റെ 10% പാവങ്ങൾക്ക് കൊടുക്കണമെന്ന് പറയുന്ന കാരുണ്യവാനായ അള്ളാഹു, അവൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ജനങ്ങളോടും കരുണ കാണിച്ചുകൊണ്ട് നമ്മുടെ ദാനധർമ്മങ്ങൾ നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. ഇർഹമു മംഫിൽ അർള് യർഹമുക്കും മംഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ഈ കാരുണ്യം എല്ലാ അർത്ഥത്തിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഉപദേശിച്ചു കൊടുക്കുക, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. അതിന് നമുക്ക് സാമ്പത്തികമായി കഴിയില്ലെങ്കിൽ ഒരു നല്ല വാക്കുകൊണ്ടെങ്കിലും ഖൗലും മഅറൂഫുൻ ഖൈറും മിൻ സദഖത്തിൻ യത്ബഉഹ അദാ. ധർമ്മം കൊടുക്കുന്നതിനേക്കാളും നല്ല വാക്കാണ് നല്ലത്. ചിലപ്പോൾ ആ തരത്തിൽ നല്ല വാക്കിന് നാം കാരുണ്യത്തിൻ്റെ ഒരു വശമാണ്. ധർമ്മവും അതിൽപ്പെട്ട തന്നെയാണ്. ധർമ്മം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി നമ്മുടെ ഐച്ഛികമായി കൊടുക്കുന്നത് മാത്രമല്ല, അത് മറ്റൊരു വശമുണ്ട്. നിർബന്ധമായും നമ്മൾ കൊടുക്കേണ്ട സക്കാത്ത് എന്ന ധർമ്മമുണ്ട്. ഇത് റമദാനിൽ മാത്രം കൊടുക്കേണ്ടതല്ല. നമ്മുടെ കച്ചവടം എന്ന് തുടങ്ങിയോ അതിൻ്റെ ഹിജറ വർഷം 1 കൊല്ലം കഴിയുമ്പോൾ കച്ചവടത്തിൻ്റെ 2.5% അതിൻ്റെ സ്റ്റോക്ക് എടുത്ത് ലാഭവും കൂടി കൂട്ടി നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. കൃഷി, അത് എന്നാണോ കൃഷിയുടെ വിളവെടുക്കുന്നത്
അതിൻ്റെ വിഹിതം സക്കാത്ത് കൊടുക്കാനുള്ള പരിധി എത്തിയാൽ അതിന് കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ കയ്യിലുള്ള ആഭരണങ്ങൾ അതിൻ്റെ പരിധി കവിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായും അതിന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോടുള്ള ഒരു ബാധ്യത എന്നതിൻ്റെ പുറമെ പാവങ്ങളോടുള്ള ഒരു കാരുണ്യവുമാണ്. നമുക്കിതൊക്കെ നൽകിയത് റഹ്മാനും റഹീമുമായ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ നാം റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ അവൻ നമ്മളെപ്പോലെ പഠിച്ച പാവപ്പെട്ട ആളുകൾക്ക് നാം അത് കൊടുത്തു തീർക്കുകയും അവരോടുള്ള കാരുണ്യം നമ്മൾ നിർവഹിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ജീവിതത്തിൽ ഓരോ സന്ദർഭത്തിലും ഈ തരത്തിലുള്ള കരുണയുടെയും ആർദ്രതയുടെയും മനസ്സുണ്ട്. നേരെ മറിച്ച് അതിന് വിപരീതമായി മനുഷ്യൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും കണ്ടാൽ മനസ്സിന് ഒരു വികാരവും തോന്നാത്തവർ ക്രൂരന്മാരാണ്. അവർ യഥാർത്ഥത്തിൽ വിശ്വാസികളല്ല. പാവപ്പെട്ട മനുഷ്യൻ രോഗിയായി കിടക്കുമ്പോൾ ആ രോഗം പോയി സന്ദർശിക്കുക, അവന് വേണ്ടി പ്രാർത്ഥിക്കുക, അവനോട് നല്ല കാര്യങ്ങൾ പറയുക, ഇതൊരു കാരുണ്യത്തിൻ്റെ വശമാണ്. അവൻ ശത്രുവാവട്ടെ മിത്രമാവട്ടെ, അവനിപ്പോൾ നമ്മുടെ നല്ല വാക്കിന് ആവശ്യപ്പെടുന്നവനാണ്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവനാണ്, ഒരു നല്ല സമാധാനത്തിൻ്റെ സന്ദേശം കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ രോഗസന്ദർശനം, കഷ്ടപ്പെടുന്ന ആളുകളോടുള്ള അനുകമ്പ കാണിക്കൽ, അവർക്ക് കൊടുത്തു തീർക്കേണ്ട നിർബന്ധമായുമുള്ള സക്കാത്തിൻ്റെ കാര്യം ഒന്നുകൂടി ഞാൻ എടുത്തു പറയുന്നു. സക്കാത്ത് കൊടുക്കേണ്ട വിഹിതം നമ്മുടെ നമ്മുടെ പോക്കറ്റിലോ അക്കൗണ്ടിലോ ബാക്കി വരികയും എന്നിട്ട് അത് നമ്മൾ കൊടുത്തു തീർക്കാതെ നാം തിന്നുക, നമ്മുടെ കുട്ടികൾക്ക് തീറ്റിക്കുക, നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കുകയാണെങ്കിൽ നരകമാണ്, അള്ളാഹുവിൻ്റെ കോപമാണ് നാം തുച്ഛമായ 2.5% പകരം വിലക്ക് വാങ്ങുന്നത് എന്ന് നാം ശ്രദ്ധിക്കണം. അതുകൊണ്ട് കാരുണ്യത്തിൻ്റേതായ എല്ലാ വശങ്ങളും, ഒരാൾക്ക് ഒരുപാട് കൊടുക്കുക എന്ന കാര്യം മാത്രമല്ല ഞാൻ കാരുണ്യം എന്ന് പറയുന്നത്. ആ കാരുണ്യം ജനങ്ങളെ നന്നാക്കിയെടുക്കുക, ജനങ്ങളെ നിർവഴിയിലേക്ക് ക്ഷണിക്കുക, ആ സ്നേഹവും കാരുണ്യവും വേണ്ടവർക്ക് അത് നൽകുക. കൈ കൊണ്ട് തടവി ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ, അവനെ സമാധാനിപ്പിക്കാൻ കഴിയുമെങ്കിൽ ആ സമാധാനം നമ്മുടെ സാന്നിധ്യമുള്ളയിടത്ത് ആ സാന്നിധ്യം നമ്മൾ ഉറപ്പുവരുത്തുക. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ പരിശുദ്ധ റമദാൻ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച് അള്ളാഹുവിന് വേണ്ടി പട്ടിണി കിടന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കാനും കൂടുതൽ ആരാധനാക്രമങ്ങൾ വർദ്ധിപ്പിക്കുവാനും ഉള്ള ഈ അവസരം, സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെട്ട് നരക കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്ന ഈ നല്ല മാസത്തിൽ എല്ലാ അർത്ഥത്തിലും കരുണയുള്ള ഒരു മനസ്സായി, ആത്മാർത്ഥതയുള്ള ഒരു മനസ്സായി, കാരുണ്യവാൻ്റെ യഥാർത്ഥ ഒരു അടിമയായി ജീവിച്ച് മരിക്കാൻ നമ്മൾ ഈ നോമ്പിൽ കൂടി, നോമ്പിൻ്റെ ഇബാറത്തുകളിൽ കൂടി, നോമ്പിൽ കാലത്ത് പ്രത്യേകം ചെയ്യുന്ന ഇബാറത്തുകളിൽ കൂടി ശക്തിയും മാനസികമായ സന്നദ്ധതയും നേടിയെടുക്കുക. സർവശക്തനായ അള്ളാഹു ആ നിലക്ക് ഈ റമദാനിനെ കാണാനും ഈ റമദാനുമായി പിരിയുമ്പോൾ കൃത്യമായും ഒരു പുതിയ മനസ്സിൻ്റെ ഉടമയായി മാറുവാനും അവൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.